ഇൻഡിവിജ്വലിസത്തിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോഴാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നീട് കണ്ട സമൂഹത്തിൽ നമ്മളെല്ലാം കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ഗ്രൂപ്പ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുക. പത്രപ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറയുന്നത്. ഇൻഷുറൻസിന്റെ ഗുണം ഞാൻ പറയേണ്ട കാര്യമില്ല, ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞ് നമുക്ക് തരും. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നതും അവനവന്റെ ആരോഗ്യം അവനവൻ തന്നെ സംരക്ഷിക്കേണ്ടതാണ്. ആയുർവേദത്തോട് ജനങ്ങൾക്ക് അത്ര താല്പര്യമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ നമ്മുടെ രഞ്ജിത്ത് ഡോക്ടറോട് ഏകദേശം ഒരു 280 വരെ എത്തി. ടെൻഷനും സ്ട്രെസ്സൊക്കെ കൂടി. വേറെ ഒന്നുമില്ല. ഇനി ഷുഗറുകാരനാണ്, ഇതിൻ്റെ അപ്പടി അസുഖം എന്ന് കഴിക്കും, ആകെ കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മേലെ ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. എത്ര തിരക്കായാലും അത് റെഡിയാക്കി വരും. അവിടെ വേപ്പിലുണ്ട്, പേരയുടെ ഇലയുണ്ട്, ശംഖുപുഷ്പമുണ്ട്. ഈ 3 പുഷ്പങ്ങളെടുത്ത് ഡെയിലി 1 ലിറ്റർ വെള്ളം കൂടി പോകാം ചൂടാക്കിയിട്ട്. ഇത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി കുടിച്ചതൊന്നുമല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 210 പോകാം. അപ്പോൾ ആയുർവേദത്തിന് ഗുണമില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും അയാൾ എന്നോട് ചോദിക്കും, നിങ്ങളുടെ ലിവറിന്റെ കളർ നീലയായി പോകും, കാരണം ശംഖുപുഷ്പത്തിന്റെ വെള്ളം തിളപ്പിക്കുമ്പോൾ നീല കളറാണല്ലോ, എന്നും ഈ നീലവെള്ളം കുടിച്ച് നീലക്കുറുകനായി പോവോ എന്നൊരു ധാരണ എന്തോ അപ്പോൾ പറയാലോ, പുതിയൊരു പറയാം, തിരിച്ചും പറയുന്നുണ്ട്. അപ്പൊ ആയുർവേദ ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിനെ പരിപൂർണമായി വിശ്വസിച്ച് അത് ഒരു ശാസ്ത്രശാഖയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആരോഗ്യം ഒരു പരിധി വരെ സംരക്ഷിക്കപ്പെടാൻ സാധിക്കും. പിന്നെ ആയുർവേദത്തിൽ മിക്കവാറും പ്രതിരോധമാണ് ഞാൻ മനസ്സിലാക്കുക. അത് ഒരു അസുഖം ഉണ്ടാക്കി അസുഖത്തിന് മരുന്ന് കൊടുക്കുന്നതിന് നല്ലത് അസുഖം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ആയുർവേദം കൂടുതലും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു പ്രിവെന്റീവ് ആക്ഷൻ ഉള്ളത്, അതായത് പ്രിവെന്റീവ് ആക്ഷനാണ് എപ്പോഴും നല്ലത്. പോലീസിൽ നിന്ന് എപ്പോഴും ഒരു ലത്തിച്ചാർജ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെന്റീവ് ആക്ഷനിലാണ് പോകുക, അല്ലെ? ആദ്യം മാക്സിമം അടിക്കാതിരിക്കാൻ നോക്കും. അവസാന ഘട്ടമാണ് യൂസ് ഓഫ് റീസണബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ജീവിത രീതിയും ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന സസ്യങ്ങളും ഒക്കെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം എന്നും ജനങ്ങൾക്കിടയിലുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാകാം കേരള പത്രപ്രവർത്തക യൂണിയൻ ആയുർവേദ ക്യാമ്പ് തന്നെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളും മനസ്സ് ഡള്ളാവാതെ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാകുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസിന്റെ ഉപയോഗമില്ലാതെ തന്നെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഈ നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, കേരളത്തിലെ എല്ലാ ആയുർവേദ ഡോക്ടർമാരെയും പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും പൊതുജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ആയുർവേദത്തിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി വരികയാണ്. എല്ലാ ജില്ലകളിലും പത്രപ്രവർത്തക യൂണിയനുകൾ സഹകരിച്ചും AMA ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ആയുർവേദത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശാഖ കൂടിയായി വന്നിരിക്കുകയാണ്. ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ കിഡ്നി പോകും, ലിവർ പോകും, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നെല്ലാം ഒരു പ്രചരണം പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ആയുർവേദ ചികിത്സ വളരെ കാലാകാലങ്ങളായി തന്നെ നിലനിന്നു പോകുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അത് ജനനം മുതൽ തന്നെ മരണം വരെ എല്ലാ അവസ്ഥകളിലും കഴിക്കേണ്ടതായിട്ടുള്ള ഔഷധങ്ങൾ ആയുർവേദ ചികിത്സയിൽ പറയുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ACP സാർ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ ഗൃഹൌഷധികളായിരിക്കാം, അതിന്റെ ചിലപ്പോൾ ഇലകൾ തിളപ്പിച്ച് കഴിക്കുന്ന വെള്ളം കുടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സസ്യങ്ങളെ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സകളായിരിക്കാം. ഇത് വർഷങ്ങളായി തന്നെ ശാസ്ത്രരംഗത്തും ചികിത്സാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആയുർവേദം തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗത്താണ്. ശാസ്ത്രീയമായി ആയുർവേദത്തെ പറ്റി അറിവില്ലാതെ ചില മരുന്നുകൾ ആയുർവേദത്തിന്റെ പേരിൽ നൽകി വരുമ്പോൾ അത് ആയുർവേദമാണെന്നാണ് പൊതുജനങ്ങൾ വിചാരിക്കുക. അങ്ങനെ ധരിക്കുമ്പോഴാണ് തീർച്ചയായും അതിന് വിപരീത ഫലം ഉണ്ടാവുന്നത്. ശാസ്ത്രീയമായി ചെയ്യുന്ന ആയുർവേദ ചികിത്സ
ഒരു വിധത്തിലും ദോഷകരമല്ല എന്ന് കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആയുർവേദ ചികിത്സയിൽ പ്രതിരോധ മാർഗത്തിലൂടെ അതൊന്നിൽ മറ്റേ രോഗങ്ങളൊന്നുമില്ലാത്ത വ്യക്തിക്ക് ജീവിതം എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് അത് ജനനം മുതൽ മരണം വരെ തന്നെ, അതുപോലെ ഓരോ ഋതുഭേദം അനുസരിച്ച് വർഷകാലത്ത് എന്തെല്ലാം മരുന്ന് കഴിക്കണം, ഉഷ്ണകാലത്ത് എന്തെല്ലാം കഴിക്കണം, മറ്റേ മഞ്ഞുകാലത്ത് എന്തെല്ലാം കഴിക്കണം എല്ലാം കൃത്യമായി ആയുർവേദ ശാസ്ത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും എന്തെല്ലാം വ്യായാമം ചെയ്യണം, ആർക്കൊക്കെ വ്യായാമം ചെയ്യാൻ പാടില്ല, അതുപോലെ കുളിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ ആർക്കൊക്കെ എണ്ണ തേച്ച് കുളിക്കേണ്ട അവസ്ഥയുണ്ട്, എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഏതൊക്കെയാണ്, അതിന് കൃത്യമായി തന്നെ ഒരു ജീവിതശാസ്ത്രം എന്ന നിലയ്ക്ക് തന്നെ ആയുർവേദം ഇതെല്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയത്ത് രോഗാവസ്ഥയ്ക്കനുസരിച്ച് അവസ്ഥാനുസരണം ഔഷധങ്ങൾ നിർദ്ദേശിച്ച് ചികിത്സിക്കുവാനും ആയുർവേദ ശാസ്ത്രം പ്രതിപാദിക്കുന്നു. ഈ സമയത്ത് നമ്മളെല്ലാം കേട്ടുകയാണ്, കർക്കിടക മാസത്തിൽ പൊതുവെ ആയുർവേദത്തിന് വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ്. കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വലിയ പ്രചാരം നേടിയൊരു സംഭവമായിട്ടുണ്ട്. എന്നാൽ ആയുർവേദ ശരിയായ ചികിത്സകൾ കൃത്യമായി പറയുന്നത് ഓരോ വ്യക്തിക്കും ഏതെങ്കിലും ഔഷധങ്ങൾ ഇട്ടുകൊണ്ട് കഞ്ഞികൾ പാകപ്പെടുത്താം. അത്തരം ഔഷധങ്ങളാണ് ഓരോരുത്തരും കഴിക്കേണ്ടത്. ഉദാഹരണത്തിന് പ്രമേഹം മുതലാള് അരികൊണ്ടുള്ള കഞ്ഞി തന്നെ കൂടുതൽ കഴിച്ചാൽ പ്രമേഹം കൂടുകയുള്ളൂ. അദ്ദേഹം മറ്റേ ഗോതമ്പ് കൊണ്ട് അല്ലെങ്കിൽ മില്ലറ്റ്സ് കൊണ്ട് യവം കൊണ്ട് ഇങ്ങനെയുള്ള കഞ്ഞികളെ കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഹിതകരമായിരിക്കും. അങ്ങനെ ഓരോന്നിലും പ്രത്യേകം പറയുന്നുണ്ട്. തീർച്ചയായും ആയുർവേദ ശാസ്ത്രം ഒരു സമ്പൂർണ്ണ ചികിത്സാ ശാസ്ത്രമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുവാനും അതിന് സാങ്കേതിക സഹായം നൽകുവാനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷനിലെ അംഗങ്ങൾ എന്നും തയ്യാറാണ് എന്ന് പറയുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് ടോപ്പ് അപ്പ് സ്കീം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റുമായിട്ട് സഹകരിച്ചിട്ട് ടോപ്പ് അപ്പ് സ്കീം എൻറോൾമെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്യാമ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഒരു സ്കീമിനെ പറ്റിയുള്ള ചെറിയൊരു 2 മിനിറ്റ് ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഞാനൊരു ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിൽ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ 2018 പോസ്റ്റ് ഓഫീസുകളുടെ കീഴിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് എന്നുള്ള ബാങ്ക് സംവിധാനം ആരംഭിക്കുന്നത്. അപ്പൊ ഇന്ന് ഇന്ത്യയിലൊട്ടൊക്കെ തന്നെ ബാങ്കിങ് സംവിധാനങ്ങൾ പോസ്റ്റ് ഓഫീസുകളിലൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്കീമുകളെല്ലാം തന്നെ ആ ഒരു ബാങ്കിന്റെ ഒരു ഫെസിലിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് കൂടുതലായിട്ട് ഇതിന്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് ബാങ്കിങ് സംവിധാനങ്ങൾ എത്തിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ഇൻഷുറൻസ് സ്കീമുകൾ. ഇപ്പൊ എന്നും നമ്മളൊരു ബാങ്കിങ് മേഖല എന്ന് പറയുമ്പോൾ ഇന്നും നമുക്ക് ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു സർവീസ് കിട്ടാനുള്ള ഒരു തിരക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പറഞ്ഞൊരു ടെക്നിക്കാലിറ്റീസ് അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1,65,000 പോസ്റ്റ് ഓഫീസുകൾ ഇന്ത്യയിലുണ്ട്. ഈ 1,65,000 പോസ്റ്റ് ഓഫീസുകളിലെല്ലാം തന്നെ ഇപ്പോൾ ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഇതിന്റെ റീച്ച് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പോസ്റ്റ് ഓഫീസുകളെല്ലാം തന്നെ ഗ്രാമീണ മേഖലയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ ഒരു സൈസ് എന്ന് പറയുന്നത് ബ്രാഞ്ചസിന്റെ ഏതാണ്ട് 1,00,000 ശാഖകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ ഈക്വലന്റ് ആയിട്ടുള്ള അത്രയും ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കുന്ന ഒരു ആക്സസ് പോയിന്റുകൾ നമ്മളിന്ന് പോസ്റ്റ് ഓഫീസിൽ അവൈലബിൾ ആണ്. അത് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ മാത്രമല്ല, ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ മേഖലകളിലും ഒരു സ്കോളർഷിപ്പിന്റെ ഒരു ആവശ്യത്തിനായാലും ശരി, നമ്മളൊരു ഗ്യാസ് സബ്സിഡിയുടെ ഒരു ആവശ്യത്തിനായാലും ശരി, എല്ലാവരും നമ്മളൊരു ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ അപ്പൊ നമ്മൾ മറ്റ് ബാങ്കുകളിൽ പോയി ചെയ്യുന്ന പോലെ ഒരു വലിയ ഫോർമാലിറ്റീസോ കോംപ്ലിക്കാലിറ്റീസോ ഇല്ലാതെ തന്നെ ഇപ്പൊ നമ്മളിവിടെ എൻറോൾമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളി പേപ്പർലെസ് മോഡിലാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസിലെ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈവൻ ഒരു ചെറിയൊരു സിംഗിൾ പീസ് ഓഫ് പേപ്പർ പോലും ഫിൽ ചെയ്യാനോ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ളായിട്ട് ആധാർ ബേസ് ചെയ്തിട്ട് ആധാറിൽ നിന്ന് ബയോമെട്രിക് യൂസ് ചെയ്ത് ഡാറ്റ പിച്ച് ചെയ്തിട്ട് വിത്തിൻ 2 മിനിറ്റിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഈ അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ മൊബൈൽ ആപ്പ് പോലുള്ള സംവിധാനങ്ങൾ അതിൽ ലഭ്യമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ വിത്തിൻ ഒരു
2 to 5 മിനിറ്റ്സിൽ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനോട് സൂചിപ്പിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പത്രപ്രവർത്തനം കഴിയുമ്പോൾ കൂടുതലായിട്ട് ആളുകളായിട്ട് എന്താ പറയാ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള ഒരു സപ്പോർട്ട് കൂടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളിന്ന് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ബാങ്കിങ് സംവിധാനങ്ങൾ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് ഇത് കുറച്ചുകൂടി കൂടുതൽ റീച്ചോട് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് UPI എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയാ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അത്തരത്തിലുള്ള UPI സംവിധാനങ്ങളായാൽ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ സംവിധാനങ്ങളുണ്ട്. അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിന്റെ ഡെബിറ്റ് കാർഡ് ഓൺലൈനായിട്ട് തന്നെ മൊബൈലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റന്റ്ലി നമുക്ക് UPI സേവനങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാങ്കിങ് സംവിധാനങ്ങൾ പോസ്റ്റ് ഓഫീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടെക്നിക്കാലിറ്റീസ് വളരെ കുറച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു ആക്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ബാങ്കുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു സ്കീമാണ് നമ്മൾ ഈ പറയുന്ന ഒരു സൂപ്പർ ടോപ്പ് ഓഫ് സ്കീം. ഈ സൂപ്പർ ടോപ്പ് ഓഫ് സ്കീം എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട്, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സൂചിപ്പിച്ച നമ്മളൊരു എന്താ പറയാ ഇൻഷുറൻസ് ഉദ്ഘാടനത്തിന്റെ ഇൻഷുറൻസ് എടുക്കാണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അത് നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിവിടെ എൻറോൾ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് നമുക്ക് ആവശ്യം വരരുത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇല്ലാതെ ഇരിക്കട്ടെ. പക്ഷെ അത് നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യം അല്ലാത്തത് കൊണ്ടാണ് നമുക്കതിനെ മുൻകൂട്ടി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു റിസ്ക് കവറേജ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. അപ്പൊ അത്തരത്തില് നമ്മൾ ഇപ്പൊ ഇൻഷുറൻസ് ആക്സസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻഷുറൻസിന്റെ ഒരു രണ്ടും തമ്മിലുള്ള ഒരു കോറിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റ് ഓഫ് എന്താ മെഡിക്കൽ ഇതിലുള്ള കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഓഫ്കോഴ്സ് ഇത് പ്രീമിയം മാറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ആളുകൾക്ക് അത് അഫോർഡബിൾ ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളൊരു പർപ്പസിന്റെ ഭാഗമായിട്ട് നമ്മൾ മൈക്രോ ഇൻഷുറൻസ് സ്കീംസ് പോസ്റ്റ് ഓഫീസ് ഇത്തരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മൈക്രോ ഇൻഷുറൻസ് സ്കീംസ് എല്ലാം തന്നെ ഒരു അപകട ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് സ്കീം എല്ലാം തന്നെ ഒരു 550-750 രൂപയ്ക്ക് ആളുകൾക്ക് വാർഷിക പ്രീമിയം എന്ന് പറയുന്നത്. വാർഷിക പ്രീമിയം 1000 രൂപയിൽ താഴെയുള്ള ഇൻഷുറൻസ് സ്കീംസ് ആണ് നമ്മൾ ഇതിലെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടോപ്പ് അപ്പ് സ്കീം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി പത്രപ്രവർത്തകരുടെ ഈ കേരള പത്രപ്രവർത്തകരുടെ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒരു 2 ലക്ഷം രൂപയുടെ ബേസ് പ്ലാൻ ആയിട്ടുള്ള ഒരു കവറേജ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കവറേജിനെ നെക്സ്റ്റ് ഒരു 15 ലക്ഷം കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ട് 17 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസസിൽ അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക്കിന് കൂടി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസിനെയോ അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള ഒരു കവറേജ് ഉള്ളതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ സ്കീമുകൾ തന്നെ ബേസ് ആയിട്ടുള്ള ഒരു പോളിസി വേണമെന്ന് നമുക്കൊരു കമ്പൽഷൻ ഇല്ല. അതിലൊരു ഡിഡക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ 2 ലക്ഷത്തിന്റെ കവറേജ് നമുക്ക് കിട്ടില്ല. 2,01,000 രൂപ മുതൽ അടുത്ത 15 ലക്ഷത്തിന്റെ കവറേജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ വാങ്ങുന്ന പ്രീമിയം എന്ന് പറയുന്നത് ഒരു 756 രൂപയാണ്. അപ്പൊ നമ്മുടെ ഫാമിലിയും കൂടി ആഡ് ചെയ്ത് ചെയ്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഫാമിലിയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾക്കും ചേരാൻ വേണ്ടിയിട്ട് 1956 രൂപയാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു മുഴുവനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് വെച്ച് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫാമിലി ഫിനാൻഷ്യലി തകർന്നു പോവാതിരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്പൊ നമ്മൾ പല കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ചെയ്തിട്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇപ്പൊ ഒരു 2 ലക്ഷം രൂപ എന്നുള്ളത് ഒരു കോമൺ ഡിഡക്ഷൻ ആണ്. ഈ 2 ലക്ഷം രൂപ മേബി ഒരു ഫാമിലിക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പൊ അതിൽ കൂടുതലുള്ള ഒരു വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഒന്ന് ഒരു ഫാമിലി കൊളാപ്സ് ആയി പോകാതെ അതിനെ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള ഒരു സ്കീമുകളാണ് നമ്മൾ ഇതിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് പ്യൂർലി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. മറ്റുള്ള മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇതിൽ അവൈലബിൾ ആണ്. അതിന്റെ സ്കീമിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ. അപ്പൊ ഈ 2 ലക്ഷത്തിൽ കൂടുതലുള്ള അടുത്തൊരു 15 ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ടൈപ്പ് ഹോസ്പിറ്റൽസ് വിവിധങ്ങളായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസിന്
ടൈപ്പിലാണ് നമ്മളൊരു ഇൻഷുറൻസ് നമ്മൾ ഇതിൽ ലഭ്യമാക്കുന്നത്. പക്ഷെ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ പോസ്റ്റ് ഓഫീസിന്റെ സ്കീമായിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ള പുറത്തോ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനീസിലോ നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. ഇത് എക്സ്ക്ലൂസീവ്ലി പോസ്റ്റ് ഓഫീസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഇവർക്കുള്ള ടൈപ്പ് ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ കാഷ്ലെസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ 24 മണിക്കൂറിൽ കൂടുതൽ വരുന്ന ഏത് ഹോസ്പിറ്റലൈസേഷനും നമുക്ക് ഇതിൽ കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊറ്റ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ, ആ 2 ലക്ഷം രൂപയുടെ ഒരു ഡിഡക്ഷൻ നമ്മളൊരു 3 ലക്ഷം 4 ലക്ഷം രൂപ നമുക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരികയാണെങ്കിൽ 2 ലക്ഷം രൂപ മാറ്റിവെച്ച് അതിൽ കൂടുതലുള്ള എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസ് പ്ലാൻ വേണം എന്നുള്ളൊരു കമ്പൽഷൻ അതിലില്ല. ആദ്യത്തെ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് വേറെ സ്കീമുകൾ ഉണ്ടെങ്കിൽ, ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം, മെഡിസെപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയർ കൊടുക്കുന്ന ഇൻഷുറൻസ് സ്കീംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കാം. അങ്ങനെ അപ്പൊ ആ ഒരു 2 ലക്ഷത്തിനെ കുറിച്ച് നമ്മൾ നോക്കുന്നില്ല. അതിനുശേഷമുള്ള എമൗണ്ട് ആണ് ഇതിൽ കവറേജ് കൊടുക്കുന്നത്. അത് 756 രൂപയ്ക്ക് നമ്മൾ 15 ലക്ഷം രൂപയുടെ കവറേജ് ആണ് കൊടുക്കുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കീമിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഇത് മാക്സിമം എല്ലാവരും നമുക്ക് ഓൾറെഡി ഇവിടെ 2 ലക്ഷത്തിന്റെ ഒരു ബേസ് പ്ലാന് പത്രപ്രവർത്തകർ ഓൾറെഡി യൂണിയന്റെ ഭാഗമായിട്ട് നമുക്കുണ്ട്. അപ്പൊ അതുമായിട്ട് നമുക്ക് ക്ലബ് ചെയ്യുമ്പോൾ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ടോട്ടലി നമുക്കൊരു 17 ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് ഫാമിലിക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഇതിൽ കിട്ടുന്നതാണ്. ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ചെയ്യുന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംഘടനയെയും ഇൻഷുറൻസ് ഉണ്ട്. അത് ടോപ്പ് ചെയ്യാനുള്ള അവസ്ഥയാണ്. അതിന്റെ സീനിയർ മാനേജർ സ്നേഹാദരവും സെർവ് ചെയ്യുന്നു. എനിക്ക് സ്നേഹാദരവും സൗമ്യ